മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞൻ വീൽ ചെയറുമായിട്ടാണ്. ജസ്റ്റ് 20 കിലോഗ്രാം മാത്രം വെയിറ്റുള്ള എസ്ലയുടെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീൽ ചെയർ ആണത്. ജസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ കയ്യിൽ തൂക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അത്രയും വെയിറ്റ്ലെസ് വീൽ ചെയർ ആണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ജസ്റ്റ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള വീൽ ചെയർ ആണ്. ഇത് 100 കിലോ കപ്പാസിറ്റി ഉള്ള വീൽ ചെയർ ആണ്. കൂടുതലായിട്ടും ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് കാറിന്റെ ഡിക്കിലൊക്കെ മടക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ ഡിസൈനാണ്. അപ്പോൾ ഈ വീൽ ചെയറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എങ്ങനെയാണ് ഈ വീൽ ചെയറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എസ്ലെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയറിന്റെ ഫ്രണ്ട് വീല് നല്ല ഗ്രിപ്പുള്ള കുറച്ച് വീതിയുള്ള 8 ഇഞ്ച് ഫ്രണ്ട് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. രണ്ട് ഫ്രണ്ട് വീലും 8 ഇഞ്ചിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് വീലിലേക്ക് വരുമ്പോൾ 10 ഇഞ്ചിലാണ് വീൽ വന്നിട്ടുള്ളത്. അതായത് വീൽ ചെയറിന്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം അത് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ച് ഫ്രണ്ട് വീലും 10 ഇഞ്ച് ബാക്ക് വീലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു മൽഗാർഡ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ മോട്ടറുകൾ രണ്ടും 250 വാട്ട്സിന്റെ ചെറിയ രണ്ട് മോട്ടറാണ്. ലെഫ്റ്റ് മോട്ടറും റൈറ്റ് മോട്ടറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആന്റി ടിപ്പർ കൊടുത്തിട്ടുണ്ട്. ആന്റി ടിപ്പർ നമുക്ക് ജസ്റ്റ് അൺലോക്ക് ചെയ്തിട്ട് മുകളിലേക്കും താഴേക്കും ആക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള വീൽ ചെയർ ആവുമ്പോൾ തന്നെ തിന്നായിട്ടുള്ള ഫ്രെയിമാണ്. അതും നല്ല അലുമിനിയിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള അലുമിനിയിലാണ് ഇതിന്റെ ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല അടിപൊളി വീൽ ചെയർ ആണ്. കാണാൻ നല്ല ലുക്കാണ്. അതുപോലെ തന്നെ ഫ്രെയിമൊക്കെ ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ മറ്റുള്ള എല്ലാ വീൽ ചെയറും പോലെ തന്നെ ഇതിന്റെ ആംറസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് ബാക്കിലേക്ക് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ആംറസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതിങ്ങനെ കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ വീണ്ടും അത് ലോക്കായിട്ട് മാറും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റുള്ള വീൽ ചെയറുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിന് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ജോയ്സ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. ഇത് പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ ജസ്റ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ഈ കാണുന്നതിൻ്റെ ചാർജ് എത്രത്തോളം ഉണ്ട് എന്നുള്ള സിഗ്നലാണ്. ഇത് നമ്മളുടെ സ്പീഡ് കൂട്ടുന്നു. മൈനസും പ്ലസും സ്പീഡ് നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. മൈനസ് ചെയ്താൽ കുറഞ്ഞു വരും, അതുപോലെ തന്നെ പ്ലസ് ചെയ്താൽ കൂടി വരും. അതുപോലെ ഹോൺ വരുന്നുണ്ട്. ഇത് പവർ ബട്ടൺ ആണ്. ഈ കാണുന്നതിൻ്റെ റണ്ണിങ് സ്പീഡാണ്, നമ്മൾ എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്കിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മൾ കൺട്രോളറാണ്. എല്ലാ ജോയ്സ്റ്റിക്കിനും പോലെ തന്നെ എങ്ങോട്ടാണോ നമ്മൾ മൂവ് ചെയ്യുന്നത് അങ്ങോട്ട് വീൽ ചെയർ മൂവ് ആവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ ജോയ്സ്റ്റിക്കിനും പോലെ തന്നെയാണ് കൺട്രോളർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജോയ്സ്റ്റിക്കാണ് ഈ വീൽ ചെയറിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഒരു അലുമിനിയം ലാമ്പിലാണ് ജോയ്സ്റ്റിക്ക് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്നത്. സിമ്പിളായിട്ടുണ്ട്, നമുക്ക് കണ്ടോ. ഇതേപോലെ സിമ്പിളായിട്ട് ഇതിവിടെ അറ്റാച്ച് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ജോയ്സ്റ്റിക്ക് അവിടെ കണക്റ്റ് ആക്കി. അതുപോലെ ഇവിടെ ഒരു കണക്ടർ വരുന്നുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാനും ജോയ്സ്റ്റിക്ക് മാത്രമായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ജോയ്സ്റ്റിക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഇവിടെ ഈ കണക്ടർ ഊരിൻ്റെ ശേഷം നമുക്ക് ജോയ്സ്റ്റിക്ക് മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി കേട്ടോ. ചെറിയൊരു ബാറ്ററിയാണ്. 12H 24 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് വളരെ കുറവായിട്ടുള്ളൊരു ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ആ ബാറ്ററി നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് കാണിക്കാം. ആ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് വലിച്ചാൽ ബാറ്ററി സിമ്പിളായിട്ട് ഇങ്ങനെ പോരും. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ബാറ്ററിയിലും ഒരു പവർ സ്വിച്ചും അതിൻ്റെ ചാർജിങ് സിഗ്നലോ കാണിക്കുന്നുണ്ട്. ഈ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് പ്രസ് ചെയ്താൽ ബാറ്ററി ഇവിടുന്ന് അൺലോക്കായി പോരും. അപ്പോൾ അതിന് പെട്ട ലോക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കണക്ഷൻ പോർട്ടുകളിൽ കാണുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ ഒരു 100 ഗ്രാം വെയിറ്റ് ആണ് ഇതുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലിഥിയം അയൺ ബാറ്ററിയാണ്. എങ്ങനെയാണ് ഈ ബാറ്ററി അതിലേക്ക് തിരിച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ജസ്റ്റ് അതേ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ആ ബാറ്ററി അതിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ജോയ്സ്റ്റിക്കിലേക്ക് വരിക. ജോയ്സ്റ്റിക്കിലേക്ക് വന്ന് ഇവിടെ പവർ ബട്ടൺ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലത്തെ നമ്മളെ ഡിസ്പ്ലേ കാണിക്കും. ഇത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇതിൽ എററാണ് കാണിക്കുക. ഏതെങ്കിലും കണക്ഷൻ ലൂസോ അല്ലെങ്കിൽ മോട്ടോർ മോഡിൽ അല്ലാതിരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പം ഇവിടെ എററാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഓൺ ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, അത് ഓണായിട്ട് വരും. ഇപ്പം നമ്മൾ മോട്ടോർ മോഡിൽ നിന്ന് മാനുവൽ മോഡിലേക്ക് മാറ്റി. അപ്പോൾ ജോയ്സ്റ്റിക്കിൽ എന്താണ്, ജസ്റ്റ് എററാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട്
എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മോട്ടർ മോഡലല്ലേ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് റോഡിലൂടെ ഓടിക്കുമ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സീറ്റ് ബെൽറ്റ് വന്നിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് നമ്മൾ കാറിലേക്ക് സീറ്റ് ബെൽറ്റ് പോലെ തന്നെ ഇവിടെ ലോക്ക് ചെയ്യാം. അതുപോലെ സിമ്പിളായിട്ട് ഇതുപോലെ അൺലോക്ക് ചെയ്ത് ഊരിയെടുക്കാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റാണ് വന്നത്. അതുപോലെ ഇതിന്റെ കുഷ്യൻ കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടൊരു കുഷ്യനാണ്. ജസ്റ്റ് കുഷ്യൻ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഇത് കംപ്ലീറ്റ്. അതേപോലെ റിമൂവ് ചെയ്തെടുത്തിട്ട് ഇതിന്റെ കവറൊക്കെ നമുക്ക് അഴിച്ചിട്ട് കഴുകുകയൊക്കെ ചെയ്യാം. ഇതിനുള്ളിൽ സ്പോഞ്ച് മെമ്മറി ഫോമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇത് കവറൊക്കെ വേണമെങ്കിൽ അഴിച്ചെടുത്ത് നമുക്ക് കഴുകാനും കഴുകി തിരിച്ചിടാനൊക്കെ പറ്റും. അതുപോലെ ബാക്ക് റെസ്റ്റിന്റെ കുഷ്യനും ഇവിടെ നമുക്ക് ജസ്റ്റ് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ കുഷ്യൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജിനായിട്ട് ബാക്കിൽ ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങൾ അതിൽ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. അതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോക്ക് വരുന്നത്, ജസ്റ്റ് ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വീൽ ചെയർ ഫോൾഡ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അതുപോലെ ഇത് ലൂസാവുന്ന പ്രശ്നം വരികയാണെങ്കിൽ ഇവിടെ രണ്ട് സ്പ്രിങ് വരുന്നുണ്ട്. ഇത് കുറച്ച് ലൂസായി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് ടൈറ്റ് ആവും. നമ്മൾ കുറേ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്ന് ലൂസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ രണ്ട് അല്ലെങ്കിൽ ടൂൾ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ലൂസായി കൊടുക്കുക. അപ്പോൾ സ്പ്രിങ് കുറച്ചുകൂടി മുകളിലേക്ക് വരും, അത് വീണ്ടും ടൈറ്റ് ആവും. ടിപ്പർ ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് മുകളിലേക്ക് കയറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് താഴേക്കും ആക്കാം. അപ്പോൾ എപ്പോഴും താഴത്തേക്ക് ആക്കി വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്, രണ്ട് ഹോള് വരുന്നുണ്ട്, രണ്ട് ഹൈറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്ന പിന്ന് വരുന്നുണ്ട്. ജസ്റ്റ് ആ പിന്ന് റൗണ്ട് സംഭവമാണ്. ആ റൗണ്ട് റിങ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അത് ഊരിയെടുക്കാൻ പറ്റും. ഇതേപോലെയാണ് ഇതിൻ്റെ കണക്ഷൻ ഊരുക. ഈ ഹോൾ പിന്നാണ്. അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് ഹോൾ നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യുകയും ചെയ്യാം. തിരിച്ച് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ക്യാപ്പ് വരുന്നുണ്ട്. ആ ക്യാപ്പ് അതേപോലെ തന്നെ ബാറ്ററി കണക്ഷനിൽ ഒരു ഗ്യാപ്പ് വരും, അതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യും. ഈ കാണുന്ന റെഡ് ലിവർ കണ്ടോ, ഈ ലിവർ നമ്മളിങ്ങനെ മേളിലേക്ക് പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ മാനുവൽ മോഡിലാവും. ഇത് രണ്ടും പൊക്കി വെച്ചാൽ നമുക്ക് മാനുവൽ മോഡിൽ ഇങ്ങനെ തള്ളി കൊണ്ടുപോകാൻ പറ്റും സാധനം, വീൽ ചെയർ. അതേപോലെ തന്നെ അത് ജസ്റ്റ് താഴേക്കാക്കി കഴിഞ്ഞാൽ മോട്ടോർ മോഡിലേക്കാവും. പിന്നെ നമുക്ക് തള്ളിയ പോലെ ഓട്ടോമാറ്റിക് ബ്രേക്കാണ്. ഈ കാണുന്നതാണ് എൻ്റെ ചാർജർ കേട്ടോ. ഈ ചാർജർ ഇവിടെ റൗണ്ട് പിന്നാണ് വരിക. ഈ റൗണ്ട് പിന്ന് നമുക്ക് ജസ്റ്റ് ഇത് ജോയിസ്റ്റിക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ചാർജറിൻ്റെ പോർട്ട് വരുന്നത്. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പിന്ന് വരുന്നത് കറക്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ പിൻ ചെയ്യുക. കറക്റ്റ് അമർത്തി കുത്തി വെക്കണം, ലൂസായിരിക്കരുത്. എന്നിട്ട് ഇത് പ്ലഗ് ചെയ്യുകയാണ് ചെയ്യുക. പ്ലഗ് ചെയ്യുമ്പം ഇവിടെ ഇൻഡിക്കേറ്റർ വരും, അത് യെല്ലോ ആയിരിക്കും. അത് നമ്മൾ ഗ്രീൻ ആവുന്നത് വരെയാണ് ഫുൾ ചാർജിനായിട്ട് കുത്തി വെക്കണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ ലൂസ് ആവാതെ അതുപോലെ തന്നെ ടൈറ്റുള്ള പ്ലഗിൽ കുത്തുക. ഇവിടെ ഒരു ടൂപ്പിന് വേറെ വരും, അതുകൊണ്ട് കൂട്ടിയിട്ട് വേണം കുത്തി വെക്കാനായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീൽ ചെയർ ഒന്ന് ഫോൾഡ് ചെയ്യാണ്. സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നേരത്തെ കാണിച്ചിരുന്ന ആ ക്ലിപ്പ് നമ്മൾ അൺലോക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബാക്കിലേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് അമർത്തി കൊടുത്താൽ ഇതേപോലെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് മാനുവൽ മോഡിലേക്ക് മാറ്റുക. മാനുവൽ മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ട് നമ്മളെ ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വലിച്ചുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഇതേപോലെ വലിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതാണ് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള, വളരെ വെയിറ്റ് കുറവാണ്, വളരെയധികം വെയിറ്റ് കുറവാണ്. സിമ്പിളായിട്ട് എനിക്ക് തന്നെ ഉണ്ടോ കയ്യിൽ ഇങ്ങനെ പൊക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു വീൽ ചെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽസിൽ പറയാം. എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് ഒന്ന് തൂക്കി പിടിച്ച് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എസ്ലെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയർ, ഇതിൻ്റെ വീതിയും അതുപോലെ തന്നെ നീളവും നോക്കാം. നമ്മൾ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് കൊണ്ട് അളന്ന് നോക്കുകയാണ് എത്രയാണ് വരുന്നത്. ഒരു ആംബ്രസ്റ്റ് മുതൽ മറ്റേ ആംബ്രസ്റ്റ് വരെ 21.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് കേട്ടോ, വിടുത്ത്. ഇത് നമുക്ക് ഇതിൻ്റെ വീലൊന്ന് നോക്കാം. ഒരു വീല് മുതൽ മറ്റേ വീല് വരെ 22 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്, നമ്മുടെ വീൽ ചെയറിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് 29 ഇഞ്ചാണ്. ജോയിസ്റ്റിക്ക് ഊരി വെച്ചാൽ, ജോയിസ്റ്റിക്ക് മൊത്തത്തിൽ ജോയിസ്റ്റിക്ക് ഫിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ജോയിസ്റ്റിക്കിൻ്റെ നീളം കൂടെ നമ്മൾ കൂട്ടണം. അതൊരു 34 ഇഞ്ചോളം വരും. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഡിക്കിൽ വെക്കുമ്പോൾ ജസ്റ്റ് ജോയിസ്റ്റിക്ക് റിമൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 28 ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത്. ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് വരുന്നത് 12 ഇഞ്ചാണ് ഈ ഭാഗത്ത് വരിക. അതുപോലെ ആംബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ടോട്ടൽ ഉയരം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഏകദേശം ഒരു 14 ഇഞ്ചാണ് വരുന്നത്.
ഒരു ടയർ മുതൽ മറ്റേ ടയർ വരെ 22 ഇഞ്ച് വരുന്നുണ്ട്. നമ്മളെ വീൽ ചെയറിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്, അതായത് ജോയിസ്റ്റിക്ക് റിമൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 28 ഇഞ്ചാണ് വരിക. അപ്പോൾ സുഖമായിട്ട് ചെറിയ കാറിന്റെ ഡിക്കിൽ സിമ്പിളായിട്ട് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകം പറയാനുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ബാക്ക് ബാറിൽ പിടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് നീരും. അപ്പോൾ അത്രയും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഈ അടിയത്തെ ഫൂട്രസിന്റെ ബാറിൽ പിടിച്ച് ഇവിടെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ അൺഫോൾഡ് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് തന്നെ അത് അൺഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് വണ്ടിയിൽ നിന്നിട്ട് ജസ്റ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ജസ്റ്റ് നമുക്കത് തൂക്കി പിടിക്കാം, ആരോഗ്യമുള്ള ആൾക്കാണെങ്കിൽ കൈ കൊണ്ട് തൂക്കി പിടിക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തൂക്കി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷുവിനെ കൊണ്ട് തൂക്കി പിടിച്ച് നോക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് ചെറിയ ഡിക്ക് സ്പേസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന എസ്ലെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 15 ദിവസം കൊണ്ട് നമ്മളിത് ഡെലിവറി തരുന്നതാണ്. 1 വർഷം വാറണ്ടിയാണ്, ലിഥിയം അയൺ ബാറ്ററിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ 1 വർഷം വീൽ ചെയറിന് വാറണ്ടി കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫ് ടൈം പാർട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇതിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ആവശ്യമില്ലാത്ത ആളുകളൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് വീൽ ചെയർ ആവശ്യമുള്ള ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ നടക്കാൻ പറ്റാത്ത ആൾക്കാരാണോ എന്നൊരു സംശയം. കാരണം ഇത്ര ഈസി ആയിട്ട് എങ്ങനെയാണ് വീൽ ചെയറിലേക്ക് മാറുക എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിച്ചെടുക്കുന്നതാണ്. നേരത്തെ രാഹുലിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചു, അവന് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ഉത്തരം ട്രെയിനിങ്ങിലൂടെ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തന്നെ ഒന്ന് മാറിയിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ രാഹുലിൻ്റെ അത്ര പരിചയമില്ല, എന്നാലും ഞാൻ മാറിയിരിക്കും. ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഈസി ആയിട്ട് നമുക്ക് വീൽ ചെയറിൽ നിന്ന് മറ്റുള്ള വീൽ ചെയറിലൊക്കെ മാറിയിരിക്കാൻ പറ്റുക. അതുപോലെ തന്നെ കാർ സീറ്റിലേക്ക് വീൽ ചെയറിനൊക്കെ മാറാൻ പറ്റുക. അപ്പോൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് വീൽ ചെയറിലേക്ക് മാറിയിരുന്നു. ഇനി എങ്ങനെയാണ് ഇത് ഓടിക്കുക എന്നുള്ളത് അതിൻ്റെ ആദ്യം നമ്മൾ പവർ ഓൺ ചെയ്തു, സ്പീഡൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓണൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇത് നമ്മളെ കൺട്രോളറാണ്. കൺട്രോളർ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത് അങ്ങോട്ട് വീൽ ചെയർ മൂവ് ആവും. ആദ്യം നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുത്ത് നോക്കുകയാണ്, ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. നേരെ റിവേഴ്സാണ്, റിവേഴ്സ് നമുക്ക് മൂവ് ചെയ്യാം. ഈ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ റൗണ്ട് അടിക്കാം. അതുപോലെ ഈ സൈഡിലേക്കാണെങ്കിൽ അതുപോലെ ഈ സൈഡിലേക്കാണെങ്കിൽ പിടിച്ചാൽ ഈ സൈഡിലേക്ക് റൗണ്ട് ചെയ്യാം. അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയൊരു വീൽ ചെയർ ആണ് ഇത്. അപ്പോൾ ഒന്ന് ഇതിലേക്ക് ഓടിച്ച് നോക്കാം. മറ്റുള്ള വീൽ ചെയറുകളുടെ അതേ സ്പീഡ് തന്നെയാണ് എസ്ലെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയറും സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പീഡ് കുറവോ കൂടുതലോ ഒന്നുമില്ല. ഒരു മണിക്കൂറിൽ ഒരു 6 കിലോമീറ്റർ എന്നുള്ളൊരു പരിധി തന്നെയാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ജോയിസ്റ്റിക്കൊന്നും ഒരു ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല, സുഖമായിട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ റാമ്പ് ഒന്ന് കയറി വെക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മൾ സാന്ത്വനത്തിൻ്റെ 1ാം നിലയിലേക്കുള്ള റാമ്പാണ്. അപ്പോൾ നമ്മളൊന്ന് കയറി നോക്കാം. ടേണിങ്ങൊക്കെ നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് നമ്മൾ സാന്ത്വനത്തിൻ്റെ റാമ്പിലൊന്നും ഇങ്ങനെ കയറി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴത്ത് ഓടിച്ച് അതേ സ്പീഡ് തന്നെയാണ് നമ്മൾ റാമ്പും കയറുന്നത്. ഒരു സ്പീഡിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല. ആ സ്പീഡിൽ തന്നെ നമുക്ക് റാമ്പിൽ മുകളിലേക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ ടേൺ ചെയ്ത് നോക്കുകയാണ് റാമ്പിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നീളമുള്ള ആളാണ്, അതിനൊക്കെ ഇരുന്നാലും കുഴപ്പം തോന്നി. റിവേഴ്സ് ഒന്ന് കയറി നോക്കാം. ഇനി ഇങ്ങനെ ഒന്ന് അതിലേക്ക് കറക്റ്റ് ചെയ്ത് കയറാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് തന്നെ സാന്ത്വനത്തിൻ്റെ അത്രയും വലിയ റാമ്പ് കയറി, ഒരു പ്രശ്നമില്ല. 20 കിലോ വെയിറ്റ് ആണെങ്കിലും നമുക്ക് മറിഞ്ഞു പോകുന്നുള്ള യാതൊരുവിധ പേടിയില്ലാതെ തന്നെ ഈസി ആയിട്ട് കയറി പോരാൻ പറ്റി. അപ്പോൾ അത് എന്തുകൊണ്ടും അത്യാവശ്യം സെക്യൂരിറ്റി ഉള്ള നല്ലൊരു അടിപൊളി വീൽ ചെയറാണ്. ഒരു വെയിറ്റ്ലെസ് വീൽ ചെയറാണ്. വണ്ടിയിലൊക്കെ സുഖമായിട്ട് വെച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന വീൽ ചെയറാണിത്. അപ്പോൾ ഈ വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് ഡെലിവറി ചെയ്യും. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടുക. ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ആവശ്യമില്ലാത്ത കാണുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്തിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചോളൂ. അപ്പോൾ നമ്മൾ കയറി വന്ന പോലെ തന്നെ റാമ്പ് ഒന്ന് ഇറങ്ങി നോക്കുകയാണ്. താഴേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഓട്ടോമാറ്റിക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ വീൽ ചെയർ ബ്രേക്കായിട്ടോടെ നിൽക്കും. ഏത് ചെരുവിലാണെങ്കിലും ബ്രേക്കായിട്ട് നിൽക്കും. പിന്നെ ഇതൊരു വെയിറ്റ്ലെസ് വീൽ ചെയർ ആവുകൊണ്ട് തന്നെ വലിയ ഹാർഡായിട്ടുള്ള സ്ഥലത്തൂടെ നമുക്ക്
ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാലും അത്യാവശ്യം സ്ഥലത്തുനിന്നൊക്കെ ഉപയോഗിച്ച് പോകാൻ കഴിയും. അപ്പോൾ എവിടെ നിർത്തിയാലും സാധനം ജോയിസ്റ്റിക്കിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ വീൽ ചെയർ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മൾ താഴേക്ക് ഇങ്ങനെ പോവാണ്, ജസ്റ്റ് ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീൽ ചെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ റാമ്പിലിട്ട് കറക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറഞ്ഞ വീൽ ചെയർ ആണെങ്കിൽ ഇത് മറിഞ്ഞു പോകും. പക്ഷേ അങ്ങനത്തെ ഒരു ചാൻസ് ഇതിൽ കാണുന്നില്ല കേട്ടോ. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഈ റാമ്പിലിട്ട് ഇങ്ങനെ സുഖമായിട്ട് കറക്കാൻ പറ്റും. സ്റ്റെബിലിറ്റി ഇല്ലാത്ത വീൽ ചെയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെരുവിലിട്ട് കറക്കി കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈ എസ്ലെ ട്രാവൽ എന്ന് പറഞ്ഞ വീൽ ചെയർ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും ആൾക്കാർക്ക് സുഖമായിട്ട് വാങ്ങിയിട്ട് യാത്രകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീൽ ചെയറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ്, ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആ വീൽ ചെയർ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും സൂട്ടാവുന്ന ചെറിയൊരു വീൽ ചെയർ കൂടിയാണ്. കാരണം ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് സുഖമായിട്ട് നിന്നിട്ട് സുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വീൽ ചെയറാണ്. അപ്പോൾ നമ്മൾ റാമ്പ് കയറി ഇറങ്ങി വന്നൊരു പ്രശ്നമില്ല. ഇനി ഇവിടേക്ക് ഒന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. സ്പീഡും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. സ്പീഡ് പവർ ഓണായി കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ സ്പീഡാണ്. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7 മോഡ് സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ബാറ്ററിയുടെ എത്രത്തോളം ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ചാർജ് കഴിയുന്തോറും ഓരോ സംഭവം സിഗ്നൽ കുറഞ്ഞ് വരും. ഈ കാണുന്നത് നമ്മളുടെ റണ്ണിങ് സ്പീഡാണ്, അതായത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഓടുമ്പം ഇതിലിങ്ങനെ നമ്മൾ പോകുന്ന സ്പീഡ് കണ്ടോ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഇപ്പോൾ ഫുള്ള് സ്പീഡിലാണ് ഞാൻ പോകുന്നത് കണ്ടോ. ഫുള്ള് സ്പീഡിൽ പോകുമ്പം 5.1 എന്നുള്ള ലെവലിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റിവേഴ്സിൻ്റെ ഒന്ന് നോക്കാം നമുക്ക്. റിവേഴ്സ് ഇങ്ങനെ പോകുമ്പം അതേ സ്പീഡിൽ പോകില്ല, കുറച്ച് കുറവായിരിക്കും. ഈ ഒരു സ്പീഡ് 2.3 വരെയൊക്കെ എത്തുന്നുണ്ട് റിവേഴ്സ്. അതുപോലെ സൈഡിലേക്കൊക്കെ കൊടുക്കുമ്പം നമുക്കിങ്ങനെ ഈ ഒരു ലെവലിലാണ് സൈഡിലേക്കുള്ള സ്പീഡ് കാണിക്കുന്നത്. എസ്ലെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുതിയ വീൽ ചെയർ ലിഥിയം അയൺ ബാറ്ററിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ 1 വർഷം വാറണ്ടിയാണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ വഴി വാങ്ങിക്കുകയാണെങ്കിൽ ലൈഫ് ടൈം സപ്പോർട്ട് നമ്മൾ നൽകും. 1 വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ പാർട്സുകളും മറ്റൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ അവൈലബിൾ ആക്കി തരും. അതുകൊണ്ട് ലൈഫ് ടൈം സപ്പോർട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും ഈസി ആയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോട്ടറൈസ്ഡ് വീൽ ചെയറാണ്. 20 കിലോ ആണ്. ചെറിയ ഡിസ്ക് സ്പേസിൽ നമുക്കിത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം നമുക്ക് യാത്രകളിൽ പ്രത്യേകം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എസ്ലെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള 20 കിലോ വെയിറ്റുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു വീൽ ചെയറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഇതിങ്ങനെ സിമ്പിളായിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടത്താൻ പറ്റും. മുന്നിലേക്ക് കൊടുത്താൽ മുന്നിലേക്ക് പോകും, ബാക്കിലേക്ക് കൊടുത്താൽ ബാക്കിലേക്ക് പോകും. അതുപോലെ ഇത് മാനുവൽ മോഡിലൊക്കെ തള്ളിക്കൊണ്ടുപോകാം, മോട്ടോർ മോഡിലൊക്കെ ഓടിച്ചുകൊണ്ടുപോകാം. അത്യാവശ്യം ഹാർഡായിട്ടുള്ള റോട്ടിലൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറുതാക്കി മടക്കിയിട്ട് നമുക്ക് വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വീൽ ചെയറാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ 15 ദിവസം കൊണ്ട് ഈ വീൽ ചെയർ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചു.